അശോക് സാറല്ലേ? ആ എനിക്കറിയില്ല. അല്ല, കുറച്ചു ദിവസം ലീവിലായിരുന്നു പറഞ്ഞിരുന്നു. അതെ. അല്ല, എവിടെ പോവാനാ? സിറ്റി സ്റ്റാർ ഹോട്ടലിലേക്ക് കമ്പനി കൂടെ വിളിക്കാനല്ലേ? ആ അല്ല, അതെങ്ങനെ മനസ്സിലായി? അല്ല, ഒരുപാട് നാളായി അശോക് സാറുമായിട്ടൊന്ന് കമ്പനി കൂടി ആറാടിയിട്ട്. അതെ, നിങ്ങളെ പോലുള്ളവരെ അശോകേട്ടൻ ഇങ്ങനെയൊക്കെ ആക്കിയത്. അയ്യോ സിസ്റ്റർ, ദേ അശോക് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി യാതൊരു അവകാശവും അധികാരവും ഇല്ല. മനസ്സിലായില്ലേ? വിവാഹമോചനത്തിന്റെ ഭാഗമായിട്ടൊന്ന് കൂടണമെന്ന് പറഞ്ഞു. എന്നാ കൂടിക്കളയാന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. കുഴപ്പമില്ല, സാറിനൊരു സന്തോഷം, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഈ ഡൈവോഴ്സ് പാർട്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല, അശോക് സാറിന് വേണ്ടിയിട്ട് ഞാനും കുടിച്ചോളാം. പിന്നെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണേ. ഭഗവാനെ കാത്തുകൊള്ളണേ. പുരുഷരത്ന അവാർഡ് നൽകുന്നതിൽ നിന്നും ചാണ്ടി ഫൗണ്ടേഷൻ പിന്മാറി. ആശ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലേ? അതെ, ഈ പെണ്ണ് കേസിന്റെ പിന്നിൽ എന്റെ ഈ തലയാണ് പ്രവർത്തിച്ചതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. അശോകന്റെ ബൈക്കിന്റെ പിന്നിൽ ആ പെണ്ണിനെ കയറ്റിയിരുത്തിയതും അവൾ മനഃപൂർവ്വം മറിഞ്ഞു വീണതും അങ്ങനെ അശോകനെ ഒരു ആഭാസനായി ചിത്രീകരിച്ചതിന്റെ പിന്നിൽ എന്റെ ഈ നിന്റെ ശബ്ദം മാറിയോ? പിന്നെ ആരുടെ ശബ്ദം? ഹലോ, ഇത് അവരുടെ ശബ്ദമല്ല, എന്റെ ശബ്ദമാണ് കേട്ടാ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യമായി കേട്ടാ. നമുക്ക് കാണാം. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങൾ ഒന്നും പറയുന്നത് വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ആശാനെ, നിങ്ങളുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്നവനാ ഞാൻ. അവസാനം രവിയാശാനെ ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പറഞ്ഞോട്ടെ, നിങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? പറയണ്ടെന്ന്. എന്താ പലപ്പാ? എനിക്ക് അശോക് സാറിനോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? വാ പറയാം. ഈ ഫ്രെഡറിക്കിന്റെ കയ്യിൽ നിന്ന് മാതൃകാ പുരുഷരത്ന അവാർഡ് അശോക സാർ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ രവിചന്ദ്രൻ ആശാൻ ഒപ്പിച്ച പണിയാണിതെല്ലാം. അശോക സാർ ഇന്നാളെ രവിചന്ദ്രൻ ആശാൻ 2 പൊട്ടിച്ചില്ലേ, അതിന്റെ ഒരു പക കൂടി അയാളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇതെന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഇങ്ങനെ അയാൾ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വലിയ ചതിയായിപ്പോയി. പിന്നെ ഈ ഉത്തമ പുരുഷരത്ന അവാർഡ് ആദ്യം വാങ്ങാനിരുന്നത് രവിചന്ദ്രൻ നേതാവാ. ഉത്തമ പുരുഷരത്ന അവാർഡ് വാങ്ങാൻ അശോക് സാറ് തീരെ യോഗ്യനല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു രവിചന്ദ്രൻ നേതാവിന്റെ ഉദ്ദേശം. അതിനാണ് പെണ്ണ് കേസിൽപ്പെടുത്തി നാറ്റിക്കാൻ വേണ്ടി അശോക് സാറിന്റെ ബൈക്കിന്റെ പിന്നിൽ മനഃപൂർവ്വം ഒരു പെൺകുട്ടിയെ കയറ്റി വിട്ടത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണെന്നറിയാവോ? ഈ രവിചന്ദ്രനാശാന്, ഈ വീട്ടിലെ ജോലിക്കാരി മോളിക്കുട്ടി കട്ടപ്പനയും. ഈ പെണ്ണ് കേസിൽപ്പെടുത്തി മാനം കെടുത്തുക എന്നുള്ളത് ഇപ്പോ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഈ പെണ്ണ് കേസ് എന്ന് പറഞ്ഞത് നടന്നല്ല, പറന്നു വരെ വന്നോണ്ടിരിക്കുകയാണ്. വലിയ വമ്പന്മാർ വരെ വീഴുന്നുണ്ട്. സത്യം, ഗൗളി ചലിച്ചാണ്ട. അല്ല, അത് മായയുടെ കരച്ചിലല്ലേ? അയ്യോ, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. ആഹാ, ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം അങ്ങ് വീട്ടിൽ പോയി കാണുമെന്ന്. എന്താ മായത്? പലരും പലതും പറഞ്ഞപ്പോ ഞാൻ അശോകേട്ടനെ സംശയിച്ചു പോയി കേട്ടോ. അല്ല, അത് സ്വാഭാവികമാണ്. അശോക് സാർ ഒരു സ്ത്രീയുമായിട്ട് ബൈക്കിൽ നിന്ന് വീണെന്നറിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ സംശയിച്ചു.
പിന്നെ അതിന്റെ സത്യസ്ഥിതി മനസ്സിലായപ്പോഴേ കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായത്. ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മൾ സാവകാശം അന്വേഷിച്ച് അതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. രാഷ്ട്രീയത്തിൽ നിന്നാ എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ AKCP വിട്ടു. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു ഒത്തീർപ്പായല്ലോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അപ്പൊ പിന്നെ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. ഓക്കെ. ഇനി എന്നാണാവോ അടുത്ത പ്രശ്നം? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഉറപ്പാണ്? സത്യം? എന്നാ വാ. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. വീട് ഇതായിരിക്കും. അല്ല, ഇത് തന്നെ. ഇതാ. ഗംഭീരം. ആരാ ഈ മൺവെട്ടി ഈ വീട്ടുമുറ്റത്ത് കൊണ്ട് തെക്ക് വടക്കൻ ഇട്ടിരിക്കുന്നേ? ആരുമില്ല ഇവിടെ. മോളെ, ഈ പണിയായുധങ്ങളൊന്നും ഈ വീട്ടുമുറ്റത്ത് തെക്ക് വടക്ക് കൊണ്ടിടരുത്. അത് ഇരണക്കേടാ. ആരാ കൊണ്ടിട്ടെ? പണിക്കാരൻ നിപ്പുണ്ടായിരുന്നു. സിറ്റിയിലാണെങ്കിലും അവൻ പറമ്പും മുറ്റവും ഒക്കെ ഉള്ള വീട് തന്നെയാ വാങ്ങിയത്. കല്യാണം കഴിഞ്ഞ് കൊല്ലം ഇത്ര ആയെങ്കിലും ഇതുവരെ നിങ്ങളെ വന്നൊന്ന് കാണാൻ പറ്റിയില്ല. അതെങ്ങനെ? മംഗലാപുരത്ത് ജൂവലറി നടത്തുന്ന എനിക്ക് നാട്ടിലുള്ള സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വന്ന് കാണാൻ പറ്റുന്നത് എങ്ങനെ? മടുത്തു. ബിസിനസ്സൊക്കെ നിർത്തി ഉള്ളതെല്ലാം വിറ്റുപറക്കി ബാങ്കിലിട്ടേച്ച് ഞാൻ നേരെ ഇങ്ങ് പോന്നു. ഇനി കുറച്ചു കാലം ഇവിടെ നിൽക്കാമെന്ന് വെച്ചു. അല്ല, ഭാര്യയും മക്കളും ഇല്ലാത്ത എനിക്ക് മക്കളെന്ന് പറയുന്നത് ആരാ? പറ, ആരാ? നിങ്ങള്? എനിക്ക് മനസ്സിലായില്ല. ആരാ? വല്യച്ഛനാ. അല്ല, അവൻ ഇവിടെ പോയി. പുറത്തേക്ക് പോയി. ഞാൻ വിളിക്കാം. വലിച്ച മരണം. അല്ല, അവൻ ഇനി ഗൾഫിലേക്ക് മടങ്ങി പോകുന്നില്ലേ? ഇല്ല, ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണോന്ന പ്ലാൻ. മോളെ, പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വല്യച്ഛനോട് ചോദിക്കാൻ മടിക്കണ്ട. വലിച്ചു വന്നട്ടെ, ഞാൻ ഇപ്പൊ തങ്കപ്പേട്ടനെ വിളിക്കാം. വാ വാ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. നീ എവിടെയായിരുന്നു? ഞാൻ ബോംബെയിലാണോ? ഓ, ഫോൺ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്താ പൊന്നു? പിന്നെ വല്ലിച്ചു വന്നിട്ടുണ്ട്. ഏത് വല്യച്ഛൻ? മംഗലാപുരത്ത് ജുവലറി നടത്തിയിരുന്ന തങ്കപ്പേട്ട എളുപ്പൊന്ന് വാ. പിന്നെ വരുമ്പം കുറച്ച് മട്ടൻ കൂടി വാങ്ങിച്ചോണ്ട് വരണം. ശരി 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 ശരി. പൊന്നമ്മേ, വല്യച്ഛന് വേണ്ടി വിഭവസമൃദ്ധമായ ഒരുക്കങ്ങളാണല്ലോ നീ നടത്തണത്. നമ്മളെ കാണാനായിട്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ വല്യച്ഛൻ. വല്യച്ഛൻ നമ്മളെ വിളിച്ചു വേണം വിരുന്ന് തരാൻ. നല്ല ഒന്നാം തരം മട്ടൻ. കുറുമ വെക്കാം. കുറുമയോ സുറുമയോ എന്താണെന്ന് വെച്ചാ വെച്ച് വല്യച്ഛന് കൊടു. ഞാൻ പോയിട്ട് വല്യച്ഛനെ ഒന്ന് കാണട്ടെ. വല്യച്ഛാ, വല്യച്ഛ. വൈഫിന്റെ വല്യച്ഛൻ എന്റെ അമ്മാവനാണ്. പക്ഷേ ഈ വല്യച്ഛൻ എന്നുള്ള വിളി അത്ര സുഖമല്ല. ആ കാലെ തൊട്ട് ഒന്ന് വന്നിച്ചേക്കാം.
ഞാൻ വല്യച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ കാലമൊന്ന് വീണതാ. അനുഗ്രഹം കിട്ടിയല്ലോ മക്കളെ. മർമ്മത്ത് തന്നെ കിട്ടി. പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിക്ക്. വല്യച്ഛന് വിശക്കുന്നുണ്ടാവും അല്ലേ? ഇല്ല മക്കളെ, സമയമായി വരുന്നേ ഉള്ളൂ. ആണോ? മക്കളെ, നിങ്ങളെ രണ്ടുപേരെയും വന്നൊന്ന് കാണണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. കുറെ നാളല്ല, കുറെ വർഷങ്ങളായി. അതെ അതെ, വർഷങ്ങളായി വിചാരിക്കുന്നു. നേരം കിട്ടണ്ടേ മക്കളെ? വല്യച്ഛൻ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. 1-2 അല്ല, ഒരു 3-4 ദിവസം. 5-6 ആഴ്ച കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. മോന് തൃപ്തിയായില്ലേ? പിന്നെ സംതൃപ്തിയായി. ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. വല്യച്ഛ ഊണ് റെഡിയായി. ആ, വാ മക്കളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. വാ നമുക്ക് പോയി. ഭക്ഷണം സമയത്ത് സൂക്ഷിച്ചിറങ്ങണേ വല്യച്ഛ. നല്ലത്. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ഒരുക്കണമായിരുന്നോ മോളെ? പാവം വല്ലാതെ ബുദ്ധിമുട്ടി കാണും. ഇതൊക്കെ അവളുടെ കടമയല്ലേ വല്യച്ഛ? വല്യച്ഛൻ കഴിക്ക്. അതെ, മക്കളില്ലാത്ത എനിക്ക് മക്കളും മരുമക്കളും ഒക്കെ നിങ്ങളാ. ഇതെന്താ? മട്ടൻ കുർമ. നല്ല ടേസ്റ്റ്. എനിക്ക് ഈ കുറുമ ഇഷ്ടപ്പെട്ട കറിയാണെന്ന് നീ മനസ്സിലാക്കി അല്ലേ? ഇവളെ നിർത്തിക്കൊണ്ട് പറഞ്ഞല്ല, കുറുമ വെക്കാൻ ഇവൾ കാലത്തിയാണ്, കാലത്തി. തങ്കപ്പോ, നിന്റെ പരിപാടി എന്തുവാ? അല്ല, നീ എന്തോ ബിസിനസ് നടത്താൻ പോവാന്ന് മോള് പറഞ്ഞു. ആ, നോക്കുന്നുണ്ട് വല്യച്ഛാ. ഈ സ്വർണ്ണ ബിസിനസ്സിനൊക്കെ ഇപ്പൊ എങ്ങനെ മാർക്കറ്റ്? കേരളത്തിൽ അതിനിപ്പോ നല്ല മാർക്കറ്റ് ഉണ്ട്. ആണോ? തുടങ്ങണമെങ്കിൽ തുടങ്ങ. ആ, തുടങ്ങണം. കാശ് എത്ര വേണമെന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഇവളുടെ വല്യച്ഛനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിർത്തണം. മക്കളൊന്നും ഇല്ലാത്തതല്ലേ, ചിലപ്പോ സ്വത്തൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾക്കായിരിക്കും യോഗം. എടി, കുറച്ച് ചോറ് കൂടി ഇട്ട് കൊടു. കുറച്ചുകൂടി തിന്നി. അല്ല, മതിയാക്കിയോ? ഓ, ഗ്യാസ് വന്നു. മതി മക്കളെ, ഞാൻ ഒരുപാട് കഴിച്ചു. പൊന്നമ്മേ, നിന്റെ പാചകം വല്യച്ഛന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറയാലോ, ഇത്രയും സ്വാദിഷ്ടമായി ഞാനും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്വന്തം വല്യച്ഛനല്ലേ? ആ, പിന്നെ വല്യച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? വല്യച്ഛൻ നമ്മുടെ വീട്ടിൽ 1-2 ആഴ്ച കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും ഊണിന് നിന്റെ മട്ടൻ കുറുമ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നും ഇറച്ചി പാചകം ചെയ്യാനൊന്നും എനിക്ക് വയ്യ. ആ, ശരി. ആദ്യ ദിവസം ആയതുകൊണ്ടാ ഇതെല്ലാം ഒരുക്കിയത്. എടി, ഈ വല്യച്ഛനെ പ്രീതിപ്പെടുത്തി നമ്മുടെ വീട്ടിൽ നിർത്തി കഴിഞ്ഞാ നമുക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ പൊന്നമ്മേ. ആ, വല്യച്ഛന് ഭാര്യയും മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട്. എടി, ഇല്ലാത്തത് കൊണ്ടാണ് വല്യച്ഛനെ മണിയടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ താമസിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മംഗലാപുരത്ത് ജുവലറി ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ആളാ. എല്ലാം വിറ്റുപെറുക്കി ബാങ്കിൽ ഇട്ടിരിക്കുന്നല്ലേ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതെ. എടി, അവകാശികൾ ആരും ഇല്ലാത്തത് കാരണം നമ്മളായിരിക്കും പുതിയ അവകാശികൾ. ആ? അതുകൊണ്ട് ഞാൻ ഈ വല്യച്ഛന് വേണ്ടി എന്തും ചെയ്യും. വല്യച്ഛ, വാ, എന്തെങ്കിലൊക്കെ തിന്നും. വല്യച്ഛ, എന്തു പറ്റി? എന്തു പറ്റി വല്യച്ഛ? വാട്ട് ഹാപ്പൻ? ഇടയ്ക്കിടെ നടുവൊന്ന് ഉളുക്കി പിടിക്കും.
വല്യച്ഛന് ഇപ്പൊ എത്ര വയസ്സായി? 58. എന്താ മോനെ അല്ല ചോദിച്ചത്? നമുക്കൊരു ആയുർവേദ ചികിത്സ നോക്കിയാലോ? ആ ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു പഞ്ചകർമ്മ ചികിത്സ ചെയ്യണമെന്ന്. വല്യച്ഛന് പഞ്ചകർമ്മ ചികിത്സ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? വേണം മക്കളെ. ദേഹം മുഴുവനും ഒരു പിഴിച്ചിലും ഉഴിച്ചിലും ഒക്കെ നടത്തി ഒന്ന് ശുദ്ധീകരിച്ചാ കൊള്ളാമെന്ന്. വേണം വേണം. ഇനിയുള്ള കാലം ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. പറഞ്ഞിട്ട് എന്താ കാര്യം? ആശുപത്രിയിൽ 2 ദിവസം പോയി കിടന്ന ആര് കൂടെ വന്ന് നിൽക്കും? ഞങ്ങൾ വന്ന് നിൽക്കും. വല്യച്ഛന്റെ മക്കളുടെ സ്ഥാനമല്ലേ ഞങ്ങൾക്ക്. ഇനി അഥവാ ആശുപത്രി പോയി അങ്ങോട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മേശരിനെ ഇങ്ങോട്ട് വിളിക്കും. മേശരിയാ? മേശരിയല്ല, വൈദ്യരി. നിനക്ക് നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ ഒരാളെ ഏർപ്പാടാക്കും. എടുക്ക്. ആ എടുക്കാം. എന്നല്ല പേഴ്സ്. പേഴ്സായിരുന്നു. ഇന്നാ ഇതാ എന്താ വല്യച്ഛ ഇത്? ATM കാർഡ്. കോഡ് നമ്പര് ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടം പോലെ പണം എടുത്തോ. വല്യച്ഛ, ആ വൈദ്യർക്ക് കൊടുക്കാനുള്ള കാശൊക്കെ തൽക്കാലം ഈ തങ്കപ്പന്റെയിലുണ്ട്. വൈദ്യരെ ഞാൻ നാളെ തന്നെ കൊണ്ടുവരും. വല്യച്ഛ കിടക്ക്. കിടന്നേ. മക്കളെ നീയാണടാ എന്റെ മോൻ. വല്യച്ഛ കരയരുത്. കരഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല. വല്യച്ഛൻ ഉറങ്ങ്. വല്യച്ഛൻ ഉറങ്ങ്. എന്റെ വല്യച്ഛ. എന്താ വല്യച്ഛൻ കരയുന്നത്? അത് തിരുമലിന്റെ സുഖം കൊണ്ടാണ്. ചിരിച്ചോ. വല്യച്ഛ, സാധാരണ ബാലം വൈദ്യര് അസിസ്റ്റന്റിനെ വെച്ചാ ചവിട്ടി തിരുമണത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടാണ് ബാലം വൈദ്യര് തന്നെ ചവിട്ടി തിരുമാൻ വന്നത്. എൽ പുരുഷം വെതദുഃഖത വെകൽപ്പേൻ മുഖം കെമസ്യ കൗ ബാഹുക ഊരുപാത ഉച്ചേത. അല്ല എന്താ ഇതിന്റെ അർത്ഥം? അർത്ഥങ്ങൾ പലതുണ്ട്. ആണോ? എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരർത്ഥം ഞാൻ പറയാം. പറ. പഞ്ചകർമ്മ ചികിത്സക്ക് സാധാരണ 5 പേരെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്നെ പോലെ അറിവുള്ള അഗ്രഗണ്യായ ഒരു വൈദ്യന് സഹായികളെ വേണ്ട. യോമാമഗ്നേ ഭാഗ്നം സന്തമതാ ഭാഗം ജഗീർഷതി ആ ഭാഗമഗ്നേ ഭാഗ്നം തം നന്നായിട്ട് ചവിട്ട് വല്യച്ഛ. ചിരിക്കണു. പിന്നെ തങ്കപ്പ, നാളെ തന്നെ കഷായ സേവ തുടങ്ങണം. അങ്ങാടി മരുന്നുകൾ കുറിച്ചത് കയ്യിലുണ്ടല്ലോ. പിന്നെ കഷായം നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കാം. പിന്നെ തന്ന ലിസ്റ്റിൽ നിന്നും ജഡാമാഞ്ചിയും ആടലോടകവും ഇവിടുന്ന് തന്നെ സംഘടിപ്പിക്കാം. ജഡാമഞ്ചും ആടലോടകോ? അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ആകപ്പാടെ അറിയാവുന്ന പച്ചമരുന്നാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച. അത് വേണമെങ്കിൽ പറിച്ചിട്ട് വരാം. ആടലോടവും ജഡാമഞ്ചിയും ഈ പറമ്പിൽ ആവശ്യം പോലെ ഉണ്ട്. പിന്നെ ഈ പൂങ്കുറിഞ്ഞ് വേണോ ഇതിരെ? എന്ത് വേണമെന്ന് ഞാൻ പറയും. അതങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്നാൽ മതി. ഓ ശരി. എന്നാൽ രണ്ടുപേരും ഇപ്പൊ തന്നെ പോയി സാധന സാമഗ്രികൾ സംഘടിപ്പിച്ചോളൂ. ഓക്കെ. അപ്പൊ ആടലോടകവും ജഡാമഞ്ചും. കുറച്ച് കടുക്കയോടെ വാങ്ങിക്കാം. ആടലോടകം ജഡാമഞ്ചും. അമ്മയെ കട്ടുറുപ്പ് കടിച്ച്. സാറേ സാറേ
സാർ എവിടെ പോയി? സാറേ സാറേ ഹാ, എനിക്ക് കിട്ടി ജടാമഞ്ചി. ഉമ്മ. അയ്യോ ഇത് ചൊറിഞ്ഞണമായി പോയി. അത് ശരി. ദാ, ഇതാണ് ജടാമഞ്ചി. ആ, കണ്ട ചൊറിഞ്ഞണൊക്കെ പറിച്ച് ദേഹത്ത് തേച്ചല്ലേ? ആഹാ, കണ്ട? ഇതിനെയാണോ ഈ ജടാമഞ്ചി എന്ന് എങ്ങനെയുണ്ട്? പറയണത്? ആഹാ. ഏ? ഇനി അത് നോക്ക്, മറ്റേ നോക്ക്, പൂങ്കുറിഞ്ഞ് പൂങ്കുറിഞ്ഞ്. അമ്മേ, എന്റെ കാലം ചൊറിഞ്ഞിടത്ത് ചവിട്ടി. എന്തൊരു ചൊറിച്ചില്. എടാ രമണ, വേഗം പറയടാ. കിട്ടിയിട്ടുണ്ട്. സാറേ. ആ, അതേടാ ഒരു പൂങ്കുറിഞ്ഞ്. സാറേ. പറയടാ, പറയ്, പറയ്. ആ, ഈ സാർ അതേ ജടാമഞ്ചി. ആ, കൊള്ളാം. ഒരു ജടാമഞ്ചി പൂങ്കുറിഞ്ഞ് മാത്രമേ ഉള്ളല്ലോ ഇവിടെ. ആ, തങ്കപ്പ സാറേ. ജടാമഞ്ചി വരട്ടെ. ആ, ഹ, എന്താ പുല്ല് പറിക്കുന്നത്? തങ്കപ്പ സാർ പശുവിന് വാങ്ങിയോ? പശുവിനല്ല, ഇതൊരു കാളക്ക് തിന്നാനാ. ഏ, താഴെ. അയ്യോ, അവിടെ ഇഷ്ടംപോലെ പാമ്പുള്ളതാ. ഇന്നലെ ഞാനൊരു കരിമൂർക്കനെ അവിടെ വെച്ച് കണ്ടതാ. ഒന്ന് സൂക്ഷിച്ചേക്കണേ. ഈ പൂതനകൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാ ഒരു കരിമൂർഖന്മാരും മഴത്തിൽ ആ. തുടങ്ങി. അല്ല സാറേ, എവളിപ്പോ AKCP-ലല്ലേ? ആ, ഇവള് മാരും ആ രവിചന്ദ്രൻ നേതാവ് കൂടി നമ്മുടെ അശോക് സാറിന്റെ കുടുംബം കുളം നടന്നിറക്കിയല്ലേ? എന്ത് പറ്റി? തങ്കപ്പ സാറ് ഒരു കരിമൂർക്കനെ കയറി കടിച്ചു. എന്താ? അല്ല, പാമ്പ് തങ്കപ്പ സാറിനെ കയറി കടിച്ചു. എവിടെ, ദേ, എവിടെ? ഇവിടെ. അയ്യോ, എന്റെ അമ്മേ, പട്ടി കടിക്കുന്ന പോലെയല്ലേ കടിച്ചേക്കണേ. ഇത് രക്താണല്ലേന്നാ തോന്നുന്നേ. ഏയ്, രക്താണലി ഒന്നും അല്ല. എഴഞ്ഞു പോകുന്ന ഞാൻ കണ്ടല്ലേ, നല്ല ഒന്നാന്തര ശങ്കുവരനാ. ആ. എന്താ അവിടെ? ഏ? അയ്യോ, എന്താ എന്ത് പറ്റി? നമ്മുടെ തങ്കപ്പ സാറിനെ അണലി കുത്തി. രക്താണലി. അയ്യോ, എവിടെ നോക്കട്ടെ? നോക്കുന്നൊക്കെ പിന്നെ ആദ്യം തങ്കപ്പ സാറിനെ ആശുപത്രി എത്തിക്കാൻ നോക്കാം. ഓ, അവിടെ കിടന്നു ഒന്ന് മിണ്ടരിയടോ ഒന്ന്. കടിച്ചത് നീർക്കോലിയൊന്നും അല്ലല്ലോ, അണലിയല്ലേ കടിച്ചത്. ആ, ദാ, എവിടെ? ഇവിടെ. ഇങ്ങ് കാണിച്ച് നോക്കട്ടെ. കണ്ടാ? ഓ, ശങ്കുവരനാണെന്ന് തോന്നുന്നു. വെള്ളിക്കെട്ടനല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? അതെ അതെ. എന്നാൽ ഇത് രക്താണലിയല്ല, വെള്ളിക്കെട്ടനുമല്ല. ഇത് കൊമ്പേരി മൂർഖനാ. തല ചുറ്റൽ തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ വിഷം എന്താണെങ്കിലും അത്രയ്ക്കങ്ങ് കേറിയിട്ടില്ല. അതെ, വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. നീ ഒന്നും മിണ്ടായിരിക്കാം. ആദ്യം വേണ്ടത് ഫസ്റ്റ് എയ്ഡ് ആണ്. ഓക്കെ, വേഗം പോയി ഒരു കയറെടുത്തോണ്ട് വാ. ചെല് ചെല് ചെല്. കയറ്. വേറെ. വലിയ കുഴപ്പമില്ല അല്ലേ? ആ. ദാ, ഇത് മതിയോ? ആ, ഇങ്ങോട്ട് താ. കെട്ട്, കെട്ട്. അങ്ങ് വലിച്ചങ്ങ് മുറുക്കി കെട്ടിക്കൊള്ളണം കേട്ടോ. വിഷം തലയ്ക്ക് പിടിച്ചാ പ്രശ്നം. പൊരിച്ചു. ഇനി എന്താ മേഡം പരിപാടി?